ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ചാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCERT ബോക്സ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരീസിൽ 2 വീഡിയോസാണ് ഇതുവരെ ചെയ്തത്. അതിൽ ആദ്യത്തെ 2 വീഡിയോസിൽ ന്യൂ SCERT 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3ഉം 4ഉം ആണ് ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ന്യൂ SCERT 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററാണ്. ചാപ്റ്റർ നെയിം നമ്മുടെ ഭൂമി. അപ്പോൾ അതിലുള്ള പോയിൻറ്സും ബോക്സിലെ കണ്ടൻസും അതേപോലെ കോഡ്സും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ബോക്സ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്ലാസ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. അതിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കിയാലോ. നമ്മുടെ ഭൂമി. ഭൂമിയുടെ ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പം ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസും കേന്ദ്രത്തിലേക്കുള്ള ദൂരം 6371 കിലോമീറ്ററുമാണ്. കേന്ദ്രഭാഗത്തെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ്, അതേപോലെ കേന്ദ്രഭാഗത്തേക്കുള്ള ദൂരം 6371. അതേപോലെ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ നിന്നാണ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് ഒക്കെ നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. അടുത്തത് ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. 4 പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. അവയാണ് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തേത് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്ററോളം കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ്, താരതമ്യേന നേർത്ത പാളിയാണ്, ഖരരൂപത്തിലുള്ളതാണ്. അതേപോലെ ഭൂവൽക്കത്തിനെ വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും കനം കൂടിയത് വൻകര ഭൂവൽക്കമാണ്. 30 കിലോമീറ്ററോളം കനമുണ്ട്. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്തെ ഏകദേശം 70 കിലോമീറ്ററോളം കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററോളമാണ് കനം. അടുത്ത് വരുന്നത് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയാണ് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നത് 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഭൂവൽക്കം നമ്മൾ ആദ്യം പറഞ്ഞു, അതും മാൻഡിലിൻ്റെ ഉപരിഭാഗം കൂടെ ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ രൂപത്തിൽ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും കൂടെ ചേരുന്ന ഭാഗം ഖരാവസ്ഥയിലാണ്. അത് ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അതിൻ്റെ താഴെ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ് കാണപ്പെടുന്നത്, അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അടുത്ത് നമുക്ക് കാമ്പ് നോക്കാം. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്.
പുറക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും. മാൻഡിലിന് താഴെ കാമ്പ് കാണപ്പെടുന്നു. കാമ്പ് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിൽ, പുറക്കാമ്പാണ് ദ്രാവകാവസ്ഥയിൽ, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാലാണ് രൂപം കൊണ്ടത്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അതേപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അകക്കാമ്പിൻ്റെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ മാൻഡിലിന് തൊട്ട് താഴെയാണ് കാമ്പ്. കാമ്പനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. കാമ്പ് മുഖ്യമായും നിക്കലും ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ടാണ് രൂപം കൊണ്ടത്. അതിനാൽ കാമ്പിന് നിഫെ എന്ന് അറിയപ്പെടുന്നു. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഭൂമിയുടെ ഘടന സവിശേഷത. ഏറ്റവും പുറത്തുള്ളത് ഭൂവൽക്കം, അതിന് താഴെയായിട്ട് മാൻഡിൽ, അതിന് താഴെയായിട്ട് കാമ്പ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും കൂടെ ചേരുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ നമ്മൾ വിളിക്കുന്നു. അത് ലിത്തോസ്ഫിയർ ഖരാവസ്ഥയിലാണ്. ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് കാണപ്പെടുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അത് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു. കാമ്പിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, അകക്കാമ്പ്, പുറക്കാമ്പ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും കാണപ്പെടുന്നു. ഇനി വരുന്നത് അന്തരീക്ഷ സംരചന. അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരിക ചെയ്യാം. കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഇനി അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഇവിടെ ഒരു ഡയഗ്രം കാണുന്നില്ലേ? അതിൽ നൈട്രജൻ എത്രയാണ് കാണിക്കുന്നത്? 78%. ഏറ്റവും കൂടുതൽ നൈട്രജനാണ്, 78%. പിന്നെ വരുന്ന ഓക്സിജൻ 21%. 78% നൈട്രജൻ, 21% ഓക്സിജൻ. ബാക്കി വരുന്ന 1% വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. അപ്പം നൈട്രജൻ 78%, ഓക്സിജൻ 21%. ബാക്കി വരുന്ന 1%. 1% ഉൾപ്പെടുന്നതാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. ഇത് PYQ ആണ് കേട്ടോ, ഇന്ന് വരാറുണ്ട് ക്വസ്റ്റ്യൻ. 78% നൈട്രജൻ, 21% ഓക്സിജൻ. അടുത്ത് നോക്കാം. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ താപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു. അതേപോലെ അന്തരീക്ഷ മലിനീകരണത്തെ പറ്റി നോക്കാം. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. അടുത്തത് അമ്ലമഴ. കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ഇത് കഴിഞ്ഞ ASM എക്സാമിന് വന്നിരുന്നു, അമ്ലമഴയുടെ pH മൂല്യം എത്രയാണെന്ന് വെച്ചിട്ട്. അപ്പോൾ ന്യൂ SCERT എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്.
അമ്ലമഴ ഒന്നുകൂടെ പറയാം. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിലാണ് അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത്. അടുത്ത് വരുന്നത് പുകമഞ്ഞ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. പുകയും മൂടൽമഞ്ഞ്, പുക എന്ന് പറഞ്ഞാൽ സ്മോക്ക്, അതേപോലെ മൂടൽമഞ്ഞ് ഫോഗ്. സ്മോക്കും ഫോഗും കൂടെ കൂടി ചേർന്നാണ് പുകമഞ്ഞ്, സ്മോഗ് എന്ന് പറയും, രൂപപ്പെടുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നു. അപ്പോൾ പുകമഞ്ഞ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് ഉണ്ടാകുന്നത്. സ്മോക്കും ഫോഗും കൂടെ ചേർന്ന് സ്മോഗ് ഉണ്ടാകും, അതാണ് പുകമഞ്ഞ്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ കത്തിക്കുക എന്നൊക്കെയാണ് പുകമഞ്ഞ് രൂപപ്പെടാൻ കാരണം. ഇനി അന്തരീക്ഷത്തിൻ്റെ ഘടന. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. താപനിലയിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നത്. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. 1. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വ്യത്യസ്ത പാളികളായി അന്തരീക്ഷത്തെ തരംതിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഈ ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ വരെയാണ്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ വരുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. പൊടിപടലവും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ട്രോപ്പോസ്ഫിയറിലാണ്. കാരണം എന്താ? ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്തായി കാണപ്പെടുന്ന പാളിയാണിത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ഇതും PYQ ആണ്. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ എന്തായിരുന്നു? 165 മീറ്റർ ഉയരത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുകയാണ് ചെയ്തിരുന്നത് ട്രോപ്പോസ്ഫിയറിൽ. സ്ട്രാറ്റോസ്ഫിയർ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ. 1. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെയാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ. ഇനി ഓസോൺ ദിനം നോക്കാം. എല്ലാ വർഷവും സെപ്റ്റംബർ 16, ഡേറ്റ് മറക്കരുത്, സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ.
ഇനി അടുത്തത് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഇവിടെ എന്താണ്, മൈനസ് താപനിലയാണ്. ഇവിടേക്ക് വരുന്ന ഉൽക്കകളൊക്കെ കത്തിച്ചാരമാവും. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മീസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമാണ് മീസോസ്ഫിയറിൽ. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില -100°C വരെ താഴുന്ന ഇതാണ് മീസോസ്ഫിയറിലുള്ളത്. അടുത്തത് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. മീസോസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു ഉയരം കൂടുന്തോറും താപനില കുറയുകയാണ് ചെയ്യുന്നത്. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരിക. അതിപ്പോൾ തന്നെ താപമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അയണോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്തരീക്ഷത്തിലെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. വാതക തന്മാത്രകളെ എന്താക്കും? അയോണുകളാക്കി മാറ്റും. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്നു. അടുത്തത് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പം നമ്മൾ എത്ര പാളികളാണ് പറഞ്ഞത്? ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിലായി സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ മുകളിൽ മീസോസ്ഫിയർ, അതിന് മുകളിൽ തെർമോസ്ഫിയർ, ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ. അപ്പം ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയുന്നത്. ഇത്രയും കണ്ടൻറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.